ആദ്യം ഒന്ന് സംശയിച്ച് കാണൂല്ലേ, ഇതെന്താ ഈ ദോശൻ്റെ കളർ ഇങ്ങനെ. അപ്പോൾ ഗൈസ്, നമ്മൾ സാധാ ദോശ എന്നും കഴിക്കണമല്ലോ, അപ്പോൾ നമുക്ക് ഇന്നൊരു വെറൈറ്റി ദോശ ഉണ്ടാക്കി നോക്കിയാൽ. ഇന്ന് ഞാൻ മുത്താറിപ്പൊടി വെച്ചിട്ടൊരു ദോശയാണ് തയ്യാറാക്കുന്നത്. ഇതിന് മുത്താറി പൗഡർ, റാഗിപ്പൊടി എന്നൊക്കെ പറയട്ടോ. അപ്പോൾ ഇത് ഈ ഷുഗർ പേഷ്യൻറ്റിനൊക്കെ വളരെ യൂസ്ഫുള്ളാണ്. അതുപോലെ തന്നെ ഇത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും രാത്രിയിലെ ഡിന്നറായിട്ട് കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ദോശയാണ്. ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 1 ഗ്ലാസ് മുത്താറിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂണ് മൈദയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഞാനിതിലേക്ക് ഒരു 1/2 കപ്പ് തേങ്ങയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നാക്കി മിക്സ് ചെയ്യുക. ഓക്കെ, ഇനി ഞാൻ ഇതിലേക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. അപ്പോൾ ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് നോക്കുക. പോരെങ്കിൽ പിന്നെ വെള്ളം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇത് നമ്മുടെ സാധാ ദോശ എങ്ങനെയാണോ തയ്യാറാക്കുന്നത് അതേ കൺസിസ്റ്റൻസിയിൽ തന്നെയാണ് കേട്ടോ ഈ ദോശയും തയ്യാറാക്കേണ്ടത്. ഇപ്പം ഞാനിതിൽ ഏകദേശം 1 ഗ്ലാസ്സോളം വെള്ളമൊക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവുക. ഇനി നമുക്കിത് നന്നാക്കി മിക്സിയിലിട്ടിട്ട് അടിച്ചു കൊണ്ടുവരാം. ഇനി നമുക്ക് ഈ പാത്രത്തിൻ്റെ അടി കഴുകിയിട്ടൊക്കെ ദോശയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. ഓക്കെ, ഇതാ നന്നാക്കി അടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ മൈദയും തേങ്ങയും മുത്താറിപ്പൊടിയൊക്കെ നന്നാക്കി മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത്ര വെള്ളം മാത്രം മതി കേട്ടോ. ഇനി വെള്ളം ആഡ് ചെയ്ത് കൊടുക്കരുത്. ജാറിന്നൊക്കെ നന്നാക്കി വടിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഓക്കെ, ഇതാട്ടോ ഇതിൻ്റെ കൺസിസ്റ്റൻസി. ഇനി ഞാനൊരു 10 മിനിറ്റ് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണ്. അങ്ങനെ 10 മിനിറ്റെല്ലാം കഴിഞ്ഞു. നമ്മുടെ ദോശകല്ല മാവ് സെറ്റായിട്ടുണ്ട്. ഇനി ഞാനിത് ചുട്ടെടുക്കാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് ഇതാ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ശ്രദ്ധിക്കാനുള്ളത് പാന് ഓവർ ചൂടാവരുത്. ഒരു മീഡിയം ചൂടിൽ മാത്രം ദോശ ഒഴിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ നമ്മുടെ കറണ്ടിൽ തന്നെ മാവ് ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കും. ഇപ്പോൾ ഞാൻ നെയ്യ് ആഡ് ചെയ്ത് കൊടുത്തിട്ടാണ് ദോശ ഉണ്ടാക്കുന്നത്. ഇനി നെയ്യ് ഇഷ്ടമില്ലാന്ന് തോന്നുന്നവർക്ക് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മളൊരു കോട്ടൻ്റെ ഒരു തുണി എടുത്തിട്ട് ഇതൊക്കെ ഇങ്ങനെ പരത്തി കൊടുക്കാൻ. ഓക്കെ, ഇനി നമുക്കിതിലേക്ക് ഒരു തവി മാവ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ പരത്തി കൊടുക്കുക. എത്ര വലുപ്പമാണോ നിങ്ങൾക്ക് ഇഷ്ടം അത്രയും വലുപ്പത്തിൽ ഇങ്ങനെ പരത്തി കൊടുക്കുക. ഓക്കെ, ഇനി അടച്ചു വയ്ക്കുക. അപ്പം നമ്മുടെ ഫസ്റ്റ് ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. ഓക്കെ, അപ്പോൾ മറ്റേ സൈഡ് നന്നാക്കി മുരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം. ഇതുപോലെ രണ്ടാമത്തെ ദോശയും ഞാൻ ചുട്ടെടുക്കാൻ പോവാണ്. ഗ്യാസ് എപ്പോഴും ഒരു മീഡിയത്തിൽ മാത്രം വയ്ക്കുക. അങ്ങനെ രണ്ടാമത്തെ ദോശയും ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ മുഴുവൻ ദോശയും ഇതുപോലെ തന്നെ ചുട്ടെടുക്കാൻ പോവാണ്.
അങ്ങനെ നമ്മളിതാ എല്ലാ ദോശയും ചുട്ടെടുത്തിട്ടുണ്ട്. ദോശ ചൂടോടെ കഴിക്കാനാണ് കേട്ടോ ഏറ്റവും നല്ല ടേസ്റ്റ്. അതുപോലെ തന്നെ ഇതിൽ ഇഷ്ടുകറി അല്ലെങ്കിൽ കടലക്കറി നല്ല കോമ്പിനേഷനാണ്. ഇപ്പോൾ ഞാനിത് പഞ്ചസാര കൂട്ടിയിട്ടാണ് കേട്ടോ കഴിക്കുന്നത്. ഇന്ന് ഞാൻ കറിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല. പിന്നെ ഇതിൽ മൈദയും തേങ്ങയൊക്കെ ആഡ് ചെയ്ത് കൊടുത്തതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. വെറും മുത്തറിയാകുമ്പോൾ ചിലർക്ക് ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. അപ്പോൾ ഞാൻ ചായ കഴിക്കട്ടെ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനലിനെ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്